കുഞ്ഞാപ്പു ഇതോ നല്ലവണ്ണം. കാരണം കരിങ്കലത്താണിയുടെ ശക്തി ഇവരറിയണം അല്ലേ? നമ്മുടെ എത്ര കണ്ട് മതി തീരാത്ത വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ മാത്രമായിരിക്കും. ഞങ്ങളിവിടെ ചോദ്യോത്തരങ്ങളായിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. ഗുഡ് ഈവനിങ്. വിശേഷങ്ങൾ സുഖല്ലേ? ഇംഗ്ലീഷ് എന്തിപ്പോ പറഞ്ഞു? ഗുഡ് ഈവനിങ്. ഇപ്പോഴോ? ഗുഡ് നൈറ്റ്. രാത്രി അങ്ങനല്ലേ? വെറുതെ എന്തിനാ തല്ലണ? ഞാൻ ഇപ്പൊ മനസ്സിലായില്ല എന്തിനാന്ന്. അതാണ് അപ്പോളേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പോ കുമ്പങ്ങാട് തറവാട്ടിൽ നിന്ന് ഇപ്പച്ചും ഞാനും ഇവിടേക്ക് വന്നിക്കണോ. ഞങ്ങൾക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു സന്തോഷത്തിന്റെ ദിനത്തിൽ നിങ്ങളോട് കൂടി ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ പോവാണ്. അറിയിക്കട്ടെ? നിങ്ങളൊക്കെ സപ്പോർട്ടും ഷെയറിങ്ങും ഫോളോസൊക്കെ കാരണം കൊണ്ട് ഇന്ന് ഞങ്ങള് ഒരു 4 സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. അത് ഞങ്ങളെ കഴിവുകൊണ്ട് മാത്രമല്ല, നിങ്ങളെല്ലാവരും സപ്പോർട്ടോടും കൂടിയാ. അപ്പോ അതില് ഇപ്പച്ചി അഭിനയിച്ച പടം ഇന്ന് റിലീസാണ്. അപ്പോ ഈ പരിപാടി കഴിഞ്ഞ് നിങ്ങളൊക്കെ സപ്പോർട്ടോട് കൂടിയിട്ട് ഞങ്ങൾ ഇന്ന് രാത്രി 10 മണിന്റെ ഷോക്ക് ഞങ്ങൾ കാണാൻ പോവുകയാണ്. ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഒഴിവ് കിട്ടുമ്പോ കാണൂലേ? പടത്തിന്റെ പേര് അത് പറയണ്ട. അത് പറയണം. അല്ല അത് പറയണം. പറ്റൂല. പെണ്ണ് കേസ്. ചിരിക്കണ്ട. അതില് ആരൊക്കെ അറിയോ? അജു വർഗീസ് നായകനായിട്ട് നമ്മളെ നിഖില വിമല്, രമേശ് പിഷാരടി. അപ്പൊ അതില് ചെറിയൊരു രംഗം നമ്മളും ചെയ്തിട്ടുണ്ട്. അത് നോക്കാം. അപ്പോ എന്തായാലും എല്ലാരെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ചാൻസ് കിട്ടിയത്. ഓരോടും കാണാൻ പറയിപ്പിച്ചു. സൈനെ കൊടുത്തിട്ടില്ല മുണ്ടല്ലേ? ഓരോടും കാണാൻ പറയും. അപ്പൊ എല്ലാരും കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഞാനും ഈ സിക്കൊക്കെ ഈ സ്റ്റേജിൽ വന്ന് നിൽക്കുന്നത്. നിങ്ങളെല്ലാരും സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു 3-4 പടം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഫസ്റ്റ് പടം ഞങ്ങൾ പെണ്ണ് കേസ് സിക്കു ചെയ്തത് എന്താണ്, മഹേഷിന്റെ കിണർ, ഡർബി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു പടം ചെയ്തു, ഗോളാഗോളം. അപ്പോ എല്ലാരെയും സപ്പോർട്ടും പ്രാർത്ഥന ഉണ്ടാവണം. എന്തായാലും നമുക്ക് വേഗം തുടങ്ങാം. പരിപാടി വേഗം തുടങ്ങാം. ഇവിടെ കുറെ ആഗ്രഹങ്ങൾ വെച്ചിട്ടാ മക്കൾ ഇരിക്കുന്നേ. എന്താണെന്നറിയോ? ഒന്ന് കുഞ്ഞാപ്പൂവിന്റെ ഇട്ടിട്ടുള്ള അടി, രണ്ടാമത് ഇവിടെ ഡാൻസ്. കുഞ്ഞാപ്പൂവിന്റെ അടി എന്നും കിട്ടണല്ലടാ. പിന്നെ അപ്പൊ ആ അടി, ഡാൻസ്, പാട്ട്, എന്തൊക്കെ ആഗ്രഹങ്ങളെ വെച്ചിട്ടാ അറിയോ? ഇഷ്ടംപോലെ ആഗ്രഹങ്ങളാ. ഇത് നമ്മുടെ വ്യാപാരി വ്യവസായി കരിങ്കലത്താടിന്റെ പ്രസിഡന്റ്. ഇത് ഇതാണ് കേട്ടോ നമ്മുടെ മോളി അമ്യൂസ്മെന്റ് പാർക്ക്. ഈ പാർക്കിന്റെ എല്ലാം ഓണറാണ് ഈ നിൽക്കുന്ന അലീക്ക. സുഖല്ലേ? അതുപോലെ തന്നെ കുഞ്ഞാപ്പുവിന്റെയും ലാലയുടെയും ഒരു ഫാൻസ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. വഴിയെ വിളിക്കാം. നിങ്ങൾക്കെല്ലാം ഗിഫ്റ്റ് ആയിട്ടാ വന്നിട്ടുള്ള. ആണോ? അത് മേടിച്ചിട്ട് പോയാൽ മതി. ഓക്കെ. അപ്പൊ എന്തായാലും ഇവരെ പ്രസംഗമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു കഴിഞ്ഞതാണോ?